നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഇന്ന് വെറും വോട്ട് നോക്കി യന്ത്രങ്ങളായി അധപ്പതിച്ചിരിക്കുകയാണ്. അതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യങ്ങൾക്ക്, സമൂഹത്തിൻ്റെ പൊതു പുരോഗതിക്ക് വിരുദ്ധമായി ജാതി മത ശക്തികളെയും യാഥാസ്ഥിതിക മത പൗരോഹിത്യങ്ങളെയും ഒക്കെ സന്ദർഭത്തിനനുസരിച്ച് കൂട്ടുപിടിക്കുന്ന ഈ രാഷ്ട്രീയം കേവലം വോട്ട് നോക്കി യന്ത്രങ്ങളായി മാറിയതിൻ്റെ ഉദാഹരണങ്ങളാണ്. അതുമാത്രമല്ല, ഏത് കാര്യത്തിലും ഈ രാഷ്ട്രീയ കക്ഷികൾ ഒരു നിലപാടെടുക്കുമ്പോൾ അവർ പരിഗണിക്കുന്നത് ഇതിവിടുത്തെ അന്ധവിശ്വാസികളായ മതസമൂഹത്തെയും പൗരോഹിത്യത്തെയും യാഥാസ്ഥിതികരെയും ഒക്കെ വേദനിപ്പിക്കുമോ, അല്ലെങ്കിൽ ആ കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും വോട്ട് നഷ്ടമുണ്ടാകുമോ എന്ന കാര്യമാണ് പ്രഥമമായി പരിഗണിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സമൂഹത്തിൻ്റെ സമഗ്രമായിട്ടുള്ള പുരോഗതിക്ക് ഇത് ഉതകുമെന്നോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഭാവിക്ക് ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് പരിഗണിക്കുന്നതിന് മുമ്പ് ഇത് ഇവിടുത്തെ യാഥാസ്ഥിതിക സമൂഹത്തെ വേദനിപ്പിക്കുമോ, അത് കാരണം അവർ നമ്മുടെ പാർട്ടിയിൽ നിന്ന് അകലുമോ, നമുക്ക് വോട്ട് കുറയുമോ എന്ന ഭയമാണ് രാഷ്ട്രീയ പാർട്ടികളെ നയിക്കുന്നത്. ഞാൻ മറ്റൊരു ഉദാഹരണം, ഇപ്പോൾ അടുത്ത കാലത്ത് കേട്ട ഒരു ഉദാഹരണം കൂടെ പറയാം. അപ്പോൾ അന്ധവിശ്വാസ തട്ടിപ്പിൻ്റെ പേരിൽ ഇവിടെ നരബലി അടക്കം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ എല്ലാവരും ആവശ്യപ്പെട്ടു അതിനെതിരായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരണം. കാരണം അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഇവിടെ പല തട്ടിപ്പുകളും നടത്തുന്നുണ്ട്. ജ്യോത്സ്യന്മാർ മുതൽ മന്ത്രവാദികൾ മുതൽ പലതരം തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. തട്ടിപ്പ് ചികിത്സകൾ നടത്തി രോഗികളെ കൊല്ലുന്നുണ്ട്. മനുഷ്യരെ നരബലി നടത്തിക്കൊണ്ടൊക്കെ ഉള്ള ക്രൂരകൃത്യങ്ങൾ വരെ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു അന്ധവിശ്വാസ വിരുദ്ധ നിയമം കൊണ്ടുവരുന്നതിനെക്കുറിച്ച്, അതിനൊരു ബില്ല് തയ്യാറാക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് കേൾക്കുന്ന ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ അന്ധവിശ്വാസവും വിശ്വാസവും വേർതിരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തൽക്കാലം നമ്മളത് മാറ്റിവെച്ചു എന്നാണ്. നോക്കൂ, എന്താണ് ഈ അന്ധവിശ്വാസവും വിശ്വാസവും തമ്മിൽ വേർതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? വളരെ കൃത്യമാണ്. ഏത് വിശ്വാസത്തെ തൊട്ടാലാണ് വോട്ട് പോവുക എന്ന് ചിന്തിക്കുമ്പോഴാണ് അന്ധവിശ്വാസവും വിശ്വാസവും തമ്മിൽ വേർതിരിക്കേണ്ടി വരുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു അന്ധവിശ്വാസത്തെ എതിർക്കാൻ പറ്റില്ല. കാരണം എല്ലാ അന്ധവിശ്വാസങ്ങളുടെ പിന്നിലും കുറേ വോട്ട് ബാങ്ക് ഉണ്ടാവും. അതാണ് ഇവർ ഈ പറയുന്നതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ വേർതിരിക്കേണ്ടത് അന്ധവിശ്വാസത്തെയും വിശ്വാസത്തെയും അല്ല. കാരണം എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളാണ്. എല്ലാ അന്ധവിശ്വാസങ്ങളും മനുഷ്യർക്ക് ദ്രോഹം ചെയ്യുന്നതാണെന്ന അഭിപ്രായം നമുക്കില്ല. പല അന്ധവിശ്വാസങ്ങളും നിരുപദ്രവകരമായ അന്ധവിശ്വാസങ്ങളായി മനുഷ്യർ കൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രപഞ്ചം സൃഷ്ടിച്ചത് ഒരു ദൈവമാണ് എന്ന് ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കാത്തവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നത് ഉപദ്രവമുണ്ടാക്കുന്ന ഒരു അന്ധവിശ്വാസം അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിനെതിരെ നമ്മൾ ബില്ല് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ബില്ല് കൊണ്ടുവരണമെന്നും നിയമം ഉണ്ടാക്കണമെന്നും പറയുന്നത് ഏത് തരം അന്ധവിശ്വാസങ്ങളെയാണ്? ഒരാളുടെ അന്ധവിശ്വാസം മറ്റൊരാളുടെ ജീവൻ പോലും അപഹരിക്കുന്ന വിധത്തിൽ സമൂഹത്തിന് വിദ്രോഹപരമായി മാറുന്ന സന്ദർഭങ്ങളുണ്ട്. അതുപോലെ തന്നെ വ്യാജ ചികിത്സ നടത്തിക്കൊണ്ട് രോഗികളെ കൊല്ലുന്നുണ്ട്. അതുപോലെ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ പേരിൽ കുടുംബകലഹങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ജ്യോത്സ്യത്തിൻ്റെ പേരിൽ, ജാതകത്തിൻ്റെ പേരിൽ, ചൊവ്വാദോഷത്തിൻ്റെ പേരിലൊക്കെ മനുഷ്യരെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ മനുഷ്യനും സമൂഹത്തിനും ദോഷകരമായി തീരുന്ന തനി അന്ധവിശ്വാസങ്ങൾ, ഉപദ്രവകരമായ അന്ധവിശ്വാസങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ ഒരു ഉപദ്രവവും ഇല്ലാത്ത, പ്രത്യക്ഷത്തിൽ ആർക്കും വലിയ ഉപദ്രവമൊന്നുമില്ല, എന്നാൽ മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു മാനസിക ആശ്വാസം കിട്ടുന്നു, അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുമായി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ വേർതിരിക്കേണ്ടത് ഉപദ്രവകരമായ അന്ധവിശ്വാസങ്ങളും സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളുമാണ്. അത് വേർതിരിച്ചിട്ട് ഈ മനുഷ്യവിരുദ്ധമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടാണ് നിയമം ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഇവരെന്താ പരിഗണിച്ചത്? ഏത് വിശ്വാസത്തെ എടുത്താലാണിപ്പോൾ വോട്ട് നഷ്ടപ്പെടാതിരിക്കുക എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു വിശ്വാസത്തെയും തൊടാൻ നിവൃത്തിയില്ല. ജ്യോത്സ്യന്മാരെ തൊടാൻ പറ്റുമോ? മന്ത്രവാദികളെ തൊടാൻ പറ്റുമോ? മന്ത്രവാദികളെ തൊടുമ്പോൾ തങ്ങന്മാരെ തൊടാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ തങ്ങന്മാരെ തൊട്ടാൽ മുസ്ലിം വോട്ട് പോവും, മറ്റേ മന്ത്രവാദിനെ തൊട്ടാൽ ഹിന്ദു വോട്ട് പോവും. അതാണ് കണക്ക് കൂട്ടിയത്. അങ്ങനെ വോട്ട് നോക്കുമ്പോൾ, വോട്ട് നോക്കി യന്ത്രങ്ങൾ ഈ ബില്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ നോക്കുമ്പോൾ അവർക്ക് ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. അന്ധവിശ്വാസം ഏതാണ്, വിശ്വാസം ഏതാണെന്ന് ഞങ്ങൾക്ക് വേർതിരിക്കാൻ കഴിയുന്നില്ല എന്ന നിസ്സഹായാവസ്ഥയാണ് അവർ പറയുന്നത്. ഇതാണ് വോട്ട് നോക്കി യന്ത്ര രാഷ്ട്രീയത്തിൻ്റെ ഒരു ദുരിതം എന്ന് പറയുന്നത്. മന്ത്രവാദത്തിൻ്റെ പേരിൽ മനുഷ്യനെ നരബലി വരെ നടത്തുമ്പോൾ ഞങ്ങൾക്ക് അന്ധവിശ്വാസവും വിശ്വാസവും വേർതിരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ മന്ത്രവാദിയുടെ അടുത്തേക്ക് നരബലി നടത്താനൊക്കെ പോകുന്നത് ഒരു വോട്ടറാണ്. ചിലപ്പോൾ പാർട്ടിയുടെ വോട്ടറായിരിക്കും.
അല്ലേ? ഇപ്പോൾ ഈ നരബലി നടത്തിയത് ഒരു പാർട്ടി വോട്ടറായിരുന്നു, ഒരു CPM വോട്ടറായിരുന്നു, അല്ലെങ്കിൽ ഒക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള വോട്ടർമാരുടെ വോട്ട് പോകുമെന്ന് പേടിച്ചിട്ടാണ് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊക്കെ എന്ത് രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നത്? ഇത് കച്ചവട രാഷ്ട്രീയമല്ലേ? അവനവന് ലാഭം കിട്ടുന്ന കാര്യം മാത്രം ചെയ്യാനാണെങ്കിൽ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങേണ്ട കാര്യമുണ്ടോ? അപ്പോൾ നമുക്കൊക്കെ അത് വളരെ വൈകാരികമായിട്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ, നമുക്കൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വ്യക്തിപരമായി വൈകാരികമായിട്ടും തന്നെ പറയാനുണ്ട്. കാരണം നമ്മളൊക്കെ ജീവിതം എന്ന് പറയുന്നത്, ഈ ദുനിയാവിൽ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ഒരു നേട്ടവും കിട്ടാത്ത കാര്യങ്ങളാണ് ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സാഹസികമായിട്ട് ഒരുപാട് ഉപദ്രവങ്ങൾ നേരിടേണ്ടി വരുന്ന, നമ്മുടെ ജീവിതം തന്നെ നഷ്ടപ്പെടേണ്ടി വരുന്ന തരത്തിലുള്ള സാഹസികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു ജീവിതകാലം മുഴുവൻ ചെയ്യുന്നവരാണ്. ഒരു പഞ്ചായത്ത് വാർഡിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ പണിക്ക് ഇറങ്ങൂല. കാരണം നമ്മൾ ഒരു പഞ്ചായത്ത് വാർഡിൽ 1000 പേരുണ്ടെങ്കിൽ അതിലൊരു 10 പേരുടെ പോലും പിന്തുണ നമുക്ക് കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. നമ്മളൊക്കെ ഇറങ്ങുന്ന കാലത്ത് നമ്മളൊക്കെ ജനിച്ചു വളർന്ന സമുദായം 99.9% നമുക്കെതിരായിരുന്നു. ഇപ്പോഴാണ് കുറച്ചെങ്കിലും ആളുകളൊക്കെ നമ്മളെയൊക്കെ ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ നമ്മളൊക്കെ ഇതിൻ്റെ പേരിൽ ഇഷ്ടപ്പെടാനും ഒക്കെ തുടങ്ങിയത്. അതുപോലും ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മളൊക്കെ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലം ഒരു പക്ഷേ അടുത്ത തലമുറയിൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത തലമുറയിലൊക്കെ ചെറിയ തോതിൽ വന്നു തുടങ്ങുമെന്ന് മാത്രമേ നമ്മളൊക്കെ കണക്ക് കൂട്ടിയിട്ടുള്ളൂ. അങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ വോട്ട് നോക്കി യന്ത്രങ്ങളുടെ രാഷ്ട്രീയം, വെറും കച്ചവട രാഷ്ട്രീയം, താൽക്കാലിക ലാഭത്തിന് വേണ്ടി നടത്തുന്ന ഈ രാഷ്ട്രീയം നമ്മളൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വലിയ തോതിൽ നിഷ്പ്രഭമാക്കുന്നു എന്നതിലാണ് നമുക്ക് വേദന. കാരണം ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഇന്നത്തെ മതവ്യക്തി നിയമങ്ങൾ മൂലം ഇവിടുത്തെ ജനസംഖ്യയിലെ പകുതി വരുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചും ഒക്കെ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് കഴിഞ്ഞൊരു 3-4 പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. ആ പ്രവർത്തനത്തിൽ ഒരു കാലത്ത് ഈ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ആശയപ്രചരണത്തിന് മുന്നിട്ടിറങ്ങുകയും അതിനു വേണ്ട സപ്പോർട്ടുകൾ നൽകുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്കൊപ്പം നിന്നുകൊണ്ട് നമ്മളൊക്കെ ഒരുപാട് കാലം ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. സമാന്തരമായിട്ടും ഒരുമിച്ചും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചരിത്രം കൂടെ ഒക്കെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. നമ്മളുടെയൊക്കെ മനസ്സിലല്ല, കുറച്ച് പ്രായമുള്ള പാർട്ടിക്കാർക്കൊക്കെ ഓർമ്മ ഉണ്ടാവുക കാര്യങ്ങളൊക്കെ. ഏതായിരുന്നു ആ ഒരു കാലഘട്ടം? 1984 മുതലാണ് കേരളത്തിലെ ഈ മുസ്ലിം വ്യക്തി നിയമം പരിഷ്കരിക്കണോ വേണ്ടേ എന്നുള്ള ഒരു ചർച്ച പാർട്ടി തലത്തിലൊക്കെ കടന്നു വരുന്നത്. അത് അബദ്ധത്തിൽ പെട്ടുപോയതാണെന്ന് പാർട്ടി CPM. കാരണം CPMൻ്റെ യുവജന സംഘടനയായ DYFIയുടെ അന്നത്തെ ഒരു അഖിലേന്ത്യാ സമ്മേളനം 1984 കോഴിക്കോട് വെച്ച് നടന്നു. കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്താണെന്ന് തോന്നുന്നു. അതിൻ്റെ പൊതുസമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രൊഫസർ ഇർഫാൻ ഹബീബ്, അദ്ദേഹം ഒരു ചരിത്ര പണ്ഡിതനാണ്, അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ്. അദ്ദേഹം ആണ് അത് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പ്രസംഗിക്കുന്നതിനിടയിലാണ് ആദ്യമായിട്ട് ഏകീകൃതമായ സിവിൽ കോഡിൻ്റെ ആവശ്യവും മുസ്ലിം വ്യക്തി നിയമം പോലുള്ള വ്യക്തി നിയമങ്ങൾ പരിഷ്കരിക്കേണ്ടതിൻ്റെ ആവശ്യവുമൊക്കെ ഒരു DYFI സമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പോൾ പരാമർശിച്ചത്. അതേ തുടർന്ന് അത് കിട്ടിയ ഒരു മുതൽ എന്നുള്ള നിലക്ക് ഇവിടുത്തെ മുസ്ലിം ലീഗും അതുപോലെ മുസ്ലിം യാഥാസ്ഥിതിക സംഘടനകളും ഒക്കെ CPMനെ അടിക്കാൻ വേണ്ടിയിട്ട് അതെടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ തന്നെയാണ്, അത് കഴിഞ്ഞ് ഒരു വർഷം കഴിയുന്നതിന് മുമ്പാണ് ഷാബാനു ബീഗത്തിൻ്റെ കേസ് വരുന്നു. ആ കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള പരാമർശം വരുന്നു. ഷാബാനു കേസിൽ ഏകീകൃത സിവിൽ കോഡ് പരാമർശിക്കാനുള്ള കാരണം, ഷാബാനു ബീഗം കേസ് പോലുള്ള പല കേസുകളിലും വ്യക്തി നിയമവും ഭരണഘടനയിലെ മറ്റു നിയമങ്ങളും, അതല്ലെങ്കിൽ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളും വ്യക്തി നിയമവും തമ്മിലും, വ്യക്തി നിയമവും ക്രിമിനൽ നിയമവും സിവിൽ നിയമവും ക്രിമിനൽ നിയമവും തമ്മിലുമൊക്കെ പരസ്പരം ഏറ്റുമുട്ടുകയോ അല്ലെങ്കിൽ കൂടിക്കുഴയുകയോ ചെയ്യുന്ന സങ്കീർണതകൾ വരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തീർപ്പ് കൽപ്പിക്കാനാവാതെ കോടതി നിസ്സഹായാവസ്ഥയിലെത്തുന്ന സന്ദർഭങ്ങളുണ്ടാകുന്നു. അത്തരം സന്ദർഭങ്ങളിലാണ് ഈ പ്രശ്നത്തിന് സങ്കീർണതയ്ക്ക് പരിഹാരമായി സിവിൽ നിയമം കൂടി ഏകീകരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന്
വിധികൾ വരുന്നത്, വിധികളുടെ അനുബന്ധമായിട്ട് ഇത്തരം പരാമർശങ്ങൾ വരുന്നത്. അങ്ങനെയാണ് ഷാബാനു കേസിൻ്റെ അനുബന്ധമായിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് സിവിൽ കോഡിനെക്കുറിച്ചുള്ള ഒരു പരാമർശം വരുന്നത്. കാരണം ഷാബാനു ബീഗം കേസിൽ വിവാഹമോചിതയായ ഷാബാനു ബീഗത്തിന് മാസം തോറും ജീവനാംശം നൽകണം എന്ന ആവശ്യം ഭർത്താവായ അഭിഭാഷകൻ കൂടിയായ മുൻ ഭർത്താവ് കോടതിയിൽ നേരിട്ടത് മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ചാണ് ഞങ്ങൾ വിവാഹം ചെയ്തതും വിവാഹമോചനം ചെയ്തതും, അതുകൊണ്ട് തന്നെ മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് അങ്ങനെ ജീവനാംശം കൊടുക്കേണ്ട യാതൊരു ബാധ്യതയും ഇല്ല. പിന്നെ ജീവനാംശം കൊടുക്കണം എന്ന് പറയുന്നതോ അത് ക്രിമിനൽ നിയമത്തിലെ 125 വകുപ്പാണ്. ക്രിമിനൽ നിയമത്തിലെ ഒരു വകുപ്പ് അനുസരിച്ചാണ് വിവാഹമോചിതയ്ക്ക് ജീവനാംശം നൽകണമെന്ന് കോടതി പറഞ്ഞത്. അപ്പോൾ ഈ ക്രിമിനൽ നിയമം ഞങ്ങളുടെ മുസ്ലിം വ്യക്തി നിയമത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വാദം. ഈ വാദം കോടതിയുടെ മുമ്പിൽ 2 കക്ഷികളും സമർത്ഥമായിട്ട് അവതരിപ്പിച്ചു. ഒന്ന്, മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് വിവാഹമോചനം ചെയ്ത ആൾക്ക് ചെലവിന് കൊടുക്കേണ്ടതില്ല. മറ്റൊന്ന്, ഇന്ത്യയിലെ നിലനിൽക്കുന്ന ക്രിമിനൽ നിയമം അനുസരിച്ച് ചെലവിന് കൊടുക്കേണ്ട ബാധ്യത എല്ലാവർക്കുമുണ്ട്, അതിൽ മുസ്ലിങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടില്ല. ഇതായിരുന്നു പ്രശ്നം. ഇത് രണ്ടും ശരിയായിരുന്നു. ഈ 2 ശരികളും തമ്മിൽ പരസ്പര വിരുദ്ധവുമായിരുന്നു. ആ സന്ദർഭത്തിലാണ് കോടതി ഈ സ്ത്രീക്ക് അനുകൂലമായിട്ട് അവർക്ക് ജീവനാംശം നൽകണമെന്നും 125 വകുപ്പ് മുസ്ലിം സ്ത്രീകൾക്കും ബാധകമാണ് എന്നും പറഞ്ഞുകൊണ്ട് വിധി പറയുകയാണ് ചെയ്തത്. അങ്ങനെ വിധി പറയുമ്പോഴും കോടതി പറഞ്ഞു, ഈ 2 വാദത്തിലും നിയമപരമായിട്ട് കഴമ്പുണ്ട്, ഇത്തരം സങ്കീർണതകൾ പരിഹരിക്കണമെങ്കിൽ സിവിൽ നിയമം കൂടി ഏകീകരിക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. സിവിൽ നിയമം ഏകീകരിക്കുന്നതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഭരണകൂടങ്ങൾ ആലോചിക്കാത്തത് എന്ന ഒരു ചോദ്യമാണ് അന്ന് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത്. അത് വീണ്ടും രാജ്യത്ത് ചർച്ചയാവുന്നു. അപ്പോൾ 84 തന്നെ ഇർഫാൻ ഹബീബിൻ്റെ പ്രസ്താവനയെ തുടർന്ന് വിവാദവും ചർച്ചയുമായി മാറിയ മുസ്ലിം വ്യക്തി നിയമവും ഏക സിവിൽ കോഡും ഷാബാനു കേസ് വരുന്നതോടുകൂടി ഒന്നും കൂടെ ചൂടാവുകയാണ്. ആ സമയത്ത് EMS ചോദ്യോത്തര പങ്ക്തിയിൽ മറ്റു പ്രസ്താവനകളൊക്കെ ആയിട്ട് മുസ്ലിം വ്യക്തി നിയമം കാലോചിതമായി പരിഷ്കരിക്കണം, 4 പെണ്ണ് കെട്ടുന്നതൊക്കെ പ്രാകൃതമായിട്ടുള്ള ഏർപ്പാടാണ് തുടങ്ങിയിട്ടുള്ള ചില പരാമർശങ്ങൾ EMSൻ്റെ വായിലൂടെ പുറത്തു വരുന്നു. അപ്പോൾ EMS ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ CPM-കാർക്ക് അത് ഏറ്റുപിടിക്കാതെ നിവൃത്തിയില്ല. അങ്ങനെ EMSൻ്റെ നാക്കുപിഴ എന്നാണ് പിന്നീട് അത് വിശേഷിപ്പിക്കപ്പെട്ടത്. ആ നാക്കുപിഴ ചുവട് പിടിച്ചുകൊണ്ട് CPM-ന് അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണെങ്കിലോ ഈ ഇസ്ലാമിക പണ്ഡിതന്മാർ, ഇസ്ലാമിക സംഘടനക്കാർ എല്ലാവരും കൂടി അവരുടെ ശരീഅത്തും മതവും പറഞ്ഞ് അവരുടെ കിതാബ് ഹദീസും ഖുർആനും ഓതിക്കൊണ്ട് രംഗത്ത് വരുമ്പോൾ അതിനെ ഒരു യുക്തിവാദി എതിർക്കുന്നത് പോലെ മതവിരുദ്ധമായിട്ട് എതിർക്കാൻ എന്തായാലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയില്ല. അപ്പം മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അതിനെ എതിർക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നവർക്കാണ് അവിടെ ഡിമാൻഡ്. അങ്ങനെ മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അന്ന് സുപ്രീം കോടതിയിലടക്കം ബാധിച്ച ചില വാദങ്ങളുണ്ട്. ഖുർആനിൽ തന്നെ ഇങ്ങനെ ജീവനാംശം നൽകണം എന്ന് പറയുന്ന ഒരു വാചകമൊക്കെ ഉണ്ട്. അതെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ഇവിടുത്തെ ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള മത പണ്ഡിതന്മാർ രംഗത്ത് വന്നു. രാഷ്ട്രീയക്കാരും മതം പഠിച്ചിട്ട് ഇത് പറയാൻ തുടങ്ങി. ആ ഒരു സമയത്താണ് പാർട്ടി വലിയ പ്രതിസന്ധിയിലായി. കാരണം മതത്തിൻ്റെ ആളുകൾ, മതം നന്നായി പഠിച്ച ആളുകൾ ഒരു ഭാഗത്ത് വാദിക്കുമ്പോൾ അതിനെ ഖണ്ഡിക്കാൻ മാത്രം മതം പഠിച്ച ആളുകൾ ഇപ്പുറത്ത് കുറവായിരുന്നു. ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ അന്ന് രംഗത്ത് വന്നു, വ്യക്തികൾ, ഒറ്റപ്പെട്ട വ്യക്തികൾ. അങ്ങനെ അവരെല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ആലോചിച്ചിട്ടാണ് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഏത് രീതിയിലാണ് മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ മതത്തിൻ്റെ പ്രമാണങ്ങളും രേഖകളും മറ്റുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മുസ്ലിം വ്യക്തി നിയമങ്ങൾ പരിഷ്കരിക്കുന്നത് മതവിരുദ്ധമല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള വലിയൊരു സംരംഭം അന്ന് ആരംഭിച്ചു. ആ സംരംഭത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പങ്കെടുത്ത കുറേ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉണ്ടായിരുന്നു. കോഴിക്കോട് അതിനുവേണ്ടി നമ്മളൊരു പ്രത്യേക കേന്ദ്രം തന്നെ തുടങ്ങുകയും ഡോക്ടർ EV ഉസ്മാൻ കോയയുടെയൊക്കെ നേതൃത്വത്തിൽ അന്ന് അവിടെ യുക്തിവാദികളായ ഞങ്ങളും അതുപോലെ തന്നെ പരിഷ്കരണവാദികളായിട്ടുള്ള ആളുകളും പുരോഗമനവാദികളായിട്ടുള്ള ആളുകളും സാഹിത്യരംഗത്തും സാംസ്കാരിക രംഗത്തുമൊക്കെയുള്ള മുസ്ലിം പേരുള്ള ആളുകളും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് ഇതിനെ
ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോയിന്റുകൾ സംഭരിക്കുകയും പുസ്തകങ്ങൾ സംഘടിപ്പിക്കുകയും അങ്ങനെ ഏതെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളിൽ മുസ്ലിം വ്യക്തി നിയമങ്ങൾ ഏതെല്ലാം തരത്തിൽ മാറിയിട്ടുണ്ട് എന്നും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പോലും ബഹുഭാര്യത്വമൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട് എന്നും അങ്ങനെയുള്ള ഒരുപാട് ഡാറ്റകൾ കളക്ട് ചെയ്തുകൊണ്ട് അന്ന് നമ്മൾ മാതൃഭൂമിയിലും ദേശാഭിമാനിയിലൊക്കെ നിരന്തരമായിട്ട് ലേഖനങ്ങൾ എഴുതുകയും സെമിനാറുകളും സംവാദങ്ങളും മറ്റു പരിപാടികളൊക്കെ ആയിട്ട് ഈ ആശയപ്രചരണ രംഗത്ത് സജീവമാവുകയും ചെയ്തു. അത് കൊല്ലങ്ങളോളം നീണ്ടു നിന്ന ആ ഒരു പ്രക്രിയയിൽ സജീവമായി പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബം. അതിൻ്റെ പേരിൽ എൻ്റെയൊക്കെ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുമുണ്ട്. എൻ്റെ സഹധർമ്മിണിയുടെ കുടുംബത്തിൽ നിന്ന് അതിൻ്റെ പേരിൽ ഞങ്ങളെയൊക്കെ കുറച്ചു കാലത്തേക്ക് മാറ്റി നിർത്തുക വരെ ചെയ്തിട്ടുണ്ട്, അന്ന് ദേശാഭിമാനിയിലും മറ്റും ലേഖനം എഴുതിയതിൻ്റെയൊക്കെ പേരിൽ. അങ്ങനെ ഈ മുസ്ലിം വ്യക്തി നിയമത്തിലുള്ള സ്ത്രീ വിരുദ്ധതകൾ എന്തൊക്കെയാണെന്നും അത് മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് പരിഷ്കരിക്കാൻ പറ്റുക എന്നും ഇത് പരിഷ്കരിക്കേണ്ടതിൻ്റെ ആവശ്യകത എങ്ങനെയാണ് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ സജീവമായി ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും അതിനുവേണ്ടി എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സജീവ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുമ്പോൾ അന്ന് പാർട്ടി പെട്ടുപോയ ഒരു അബദ്ധത്തിൽ നിന്ന് പാർട്ടിയെ കൂടി രക്ഷപ്പെടുത്തുക എന്ന ദൗത്യമാണ് ഞങ്ങളൊക്കെ കൂടി അന്ന് നിർവഹിച്ചിട്ടുള്ളത്. പാർട്ടിക്കന്ന് ദേശാഭിമാനി പത്രത്തിലോ ചിന്തയിലോ ഇതൊന്നും എഴുതാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അവർ ഇതൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് വിട്ടു തന്നത് ദേശാഭിമാനി വാരിക എന്ന് പറയുന്നൊരു പ്രസിദ്ധീകരണമാണ്. വളരെ കുറച്ച് സർക്കുലേഷൻ ഉണ്ടായിരുന്ന ദേശാഭിമാനി വാരികക്കൊക്കെ ആ കാലത്ത് സർക്കുലേഷൻ ഒരുപാട് കൂടി. ഇത്തരം വിഷയങ്ങൾ അതിനകത്ത് നിരന്തരമായിട്ട് ഞങ്ങളെല്ലാവരും എഴുതാൻ തുടങ്ങിയപ്പോൾ അങ്ങനെയുള്ളൊരു കാലം കഴിഞ്ഞപ്പോൾ ഒരു 3-4 പതിറ്റാണ്ട് 3-3.5 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഏകദേശം മുസ്ലിം സമൂഹത്തിലൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയ ഈ ഒരു സമയത്താണ് ഇപ്പോൾ ഈ യൂ ടേൺ അടിച്ചിട്ട് നമ്മളെയൊക്കെ വല്ലാതെ നിരാശപ്പെടുത്തുന്ന ഈ ഒരു നിലപാടിലേക്ക് പാർട്ടി പോയത്. സംഗതി ശരിയാണ്, അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. ഇന്ന് സംഘപരിവാറാണ് ഇന്ത്യ ഭരിക്കുന്നത്. സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ ഗൂഢലക്ഷ്യം എന്താണ് എന്നതൊക്കെ നമുക്കൊക്കെ അറിയാം. പക്ഷേ ആ സംഘപരിവാറിനെ ശക്തിപ്പെടുത്താൻ ഉപകരിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ കേരളത്തിൽ ഈ യൂ ടേൺ അടിക്കേണ്ട കാര്യം എന്താണ്? കേരളത്തിൽ BJP അങ്ങനെ ഒരു ഭീഷണിയല്ല. കേരളത്തിൽ ഇപ്പോൾ ഈ ഏക സിവിൽ കോഡ് നടപ്പിലാക്കണ്ടേ എന്നുള്ള കാര്യത്തിലൊന്നും കേരളത്തിൽ നമ്മളാരും കറന്ന് തുള്ളിയിട്ട് ഒരു കാര്യമില്ല. കാരണം അത് നടപ്പിലാക്കണമെന്ന് തീരുമാനിച്ചാൽ അവർക്കത് നടപ്പിലാക്കാൻ കഴിയും. അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ അതിന് വേണ്ട ഭൂരിപക്ഷം നേടി ജയിക്കുകയാണെങ്കിൽ. അതിനിപ്പോൾ കേരളം അവർക്ക് ഒന്നുമല്ല. കേരളത്തിൽ 20 സീറ്റിൽ ഒരു സീറ്റ് പോലും അവർക്ക് കിട്ടാനും പോകുന്നില്ല. പിന്നെ ഈ കേരളത്തിൽ ഈ തുള്ളലിൻ്റെ കാര്യം എന്താണ്? ഉത്തരേന്ത്യയിലാണെങ്കിൽ ശരിയാണ്, ഉത്തരേന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തേണ്ടതുകൊണ്ട് തൽക്കാലം അവിടുത്തെ മുസ്ലിം സമുദായത്തിൽ പരിഷ്കരണമൊന്നുമല്ല പ്രധാനം, അവരുടെ അതിജീവനമാണ് പ്രധാനം. ആ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കേരളത്തിലെ മുസ്ലിങ്ങളുടെ സ്ഥിതി അതല്ല. കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ സാമൂഹ്യമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ഒക്കെ ഒരു വലിയ ശക്തിയാണ്. ഇവിടെ ഒരു പീഡിത ന്യൂനപക്ഷം എന്ന ഒരു പദവിയൊന്നുമല്ല കേരളത്തിൽ മുസ്ലിം സമൂഹത്തിനുള്ളത്. ഇവിടുത്തെ ഒരു പ്രബല രാഷ്ട്രീയ ശക്തിയാണ് മുസ്ലിം സമൂഹം. അതാണ് ഇവരുടെ പ്രശ്നവും. കാരണം വോട്ട് ബാങ്കാണ്, വലിയൊരു വോട്ട് ബാങ്കാണ് കേരളത്തിൽ മുസ്ലിം സമൂഹം. ആ മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് കൈക്കലാക്കുക എന്ന വളരെ സങ്കുചിതമായ ലക്ഷ്യം മാത്രമാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ മുസ്ലിം സമുദായത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാറിൻ്റെ ഇരകൾ എന്ന നിലക്ക് മുസ്ലിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടൊന്നുമല്ല ഇപ്പോൾ ഈ നടത്തുന്നത്. കാരണം അതിൻ്റെ ആവശ്യം കേരളത്തിലില്ല. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു പീഡനമൊന്നുമില്ല. അങ്ങനെ എല്ലാവരും കൂടിയിരുന്ന് വട്ടം കൂടിയിരുന്ന് സംരക്ഷിക്കേണ്ട ഒരവസ്ഥയിലൊന്നുമല്ല കേരളത്തിലെ മുസ്ലിം സമുദായം. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾ എന്ന നിലക്ക്, പീഡിത ന്യൂനപക്ഷങ്ങൾ എന്ന നിലക്ക്, സംരക്ഷിക്കപ്പെടേണ്ടവർ എന്ന നിലക്കൊന്നും കേരളത്തിലെ മുസ്ലിങ്ങളെ മൊത്തത്തിൽ പരിഗണിക്കേണ്ട കാര്യം ഇല്ല രാഷ്ട്രീയക്കാർക്ക്. പക്ഷേ രാഷ്ട്രീയക്കാർ മുസ്ലിങ്ങളെ പരിഗണിക്കുന്നത് വോട്ട് ബാങ്ക് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ മുസ്ലിങ്ങളുടെ വോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടി നോക്കുമ്പോൾ മുസ്ലിം യാഥാസ്ഥിതികർ, മുസ്ലിം മത പൗരോഹിത്യം, മുസ്ലിം മത സംഘടനകൾ, മുസ്ലിം മത രാഷ്ട്രീയക്കാർ ഇവരെല്ലാവരും കൂടെ അങ്ങനെ നോക്കുമ്പോൾ ഉപരിപ്ലവമായിട്ട് കാണുന്നത് ഇതാണ്. അപ്പോൾ അവരുടെ കൂടെ കൂടിയിട്ട് ഈ ഞങ്ങളും ഏക സിവിൽ കോഡിനെതിരാണ് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ വോട്ട് UDFിലേക്ക് പോകുന്നത് LDFിലേക്ക് മറിച്ചിടാം എന്ന കണക്കുകൂട്ടലിലാണ് ഈ കളിയെല്ലാം ഇപ്പോൾ CPMും കൂട്ടരും കളിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഫലം കാത്തിരുന്ന് കാണാം. ഇത് പോസിറ്റീവായിട്ട്, നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുമോ നെഗറ്റീവായിട്ട് വരുമോ എന്നുള്ളത് കാലമാണ് തെളിയിക്കേണ്ടത്. ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, മുസ്ലിം സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും അടിയൊഴുക്കുകളും അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ ഇഫക്റ്റും എങ്ങോട്ടാണ് ഈ സമൂഹത്തെ മൊത്തത്തിൽ പോകുന്നത് എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാമെന്നേ പറയാനുള്ളൂ.
ഇവിടെ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ഇവിടെ വിവേകവും ദീർഘവീക്ഷണവും ഉള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയായിരുന്നു? കേരളത്തിലെ കൂടി രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മുസ്ലിങ്ങളോട് തൽക്കാലം നിങ്ങൾ ഇതിനകത്ത് ഈ അരയിൽ കൊത്താൻ പോകരുത്, നിങ്ങൾ കൊത്തിയാലാണ് അവർ മുതലെടുപ്പ് നടത്തുക. ഇതൊരു എല്ലാവരും അവഗണിച്ച് തള്ളുകയാണെങ്കിൽ സത്യത്തിൽ ഇങ്ങനെ ഒരു ബില്ല് പോലും വരാൻ പോകുന്നില്ല. ഇപ്പം തന്നെ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറഞ്ഞെടുത്തുനിന്ന് അവർ ഏകീകൃതമൊക്കെ വിട്ട് അവരുടെ അടുത്ത് പോയിട്ട് കംപ്ലൈൻറ്റ് പറയുന്നവരൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികൾ ഒഴിവാക്കിയെന്ന് പറയുന്നു, ഗോത്രവർഗ്ഗക്കാർ ഒഴിവാക്കിയെന്ന് പറയുന്നു, അവരൊഴിവാക്കി എല്ലാവരും ഒഴിവാക്കിയ പിന്നെ എങ്ങനെയാണിത് ഏകീകൃത സിവിൽ കോഡാവുക? അങ്ങനെ ഇത് മുസ്ലിം വ്യക്തി നിയമം മാത്രം ബാക്കിയുള്ളൊരു സാധനമായിട്ട് മാറും. അപ്പോൾ മുസ്ലിം വ്യക്തി നിയമമാണ് പരിഷ്കരിക്കുന്നതെങ്കിൽ ആ മുസ്ലിം വ്യക്തി നിയമം നമ്മുടെ ഭരണഘടനയ്ക്കനുസരിച്ച് സ്ത്രീകൾക്ക് നീതി ലഭിക്കുന്നതിനനുസരിച്ച് മനുഷ്യാവകാശ തത്വങ്ങൾക്കനുസരിച്ച് ഭരണഘടനയുടെ ധാർമ്മികതയ്ക്കനുസരിച്ച് അത് പരിഷ്കരിക്കുകയാണെങ്കിൽ ആ പരിഷ്കരണത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത്. അതിന് മുസ്ലിങ്ങളെ കൂടി അതിന് പ്രാപ്തരാക്കുകയാണ് ഈ സമയത്ത് വേണ്ടത്. മുസ്ലിങ്ങളോട് പറയുക ഇത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്ന കാര്യമല്ല, ഇതിൽ ഇത്ര കാര്യങ്ങളെ വരുന്നുള്ളൂ. ഇപ്പോൾ നോക്കും മുസ്ലിം സംഘടനകളും മുസ്ലിം നേതാക്കന്മാരും വാട്സപ്പ് പോലെയുള്ള സോഷ്യൽ മീഡിയയിലൂടെ വളരെ വിചിത്രമായിട്ടുള്ള പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു വോയിസ് മെസ്സേജ് വാട്സപ്പിൽ വന്ന ഒരു വോയിസ് മെസ്സേജ് കേട്ടു. ഒരു മുസ്ലിം സ്ത്രീയുടെ ശബ്ദത്തിലുള്ള വോയിസ് മെസ്സേജാണ്. ആ സ്ത്രീ പറയുന്നത് എന്താണ്? നമുക്കിനി നമ്മൾ മരിച്ചാൽ നമ്മൾ കബറടക്കാൻ കൊണ്ടുപോകില്ല, നമുക്കിനി ഹജ്ജിന് പോകാൻ പറ്റില്ല, നമുക്കിനി നോമ്പെടുക്കാൻ പറ്റില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണ് സിവിൽ കോഡ് വന്നാൽ വരാൻ പോകുന്നത്. മുസ്ലിങ്ങൾ മൊത്തം മുസ്ലിങ്ങൾ അല്ലാതായി പോവും എന്ന രീതിയിലൊക്കെയാണ് പ്രചരണം നടത്തുന്നത്. എന്തൊരു അസംബന്ധമാണ് ഈ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ മുസ്ലിം സ്ത്രീകളുടെ തന്നെ ശബ്ദം കൊണ്ട് ഇതിൽ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്ന് പ്രചരിപ്പിക്കാൻ ഇവർ തയ്യാറാവും? ഇല്ല. കാരണം മുസ്ലിം സ്ത്രീകളുടെ ശബ്ദത്തിലായാലും പുരുഷൻ്റെ ശബ്ദത്തിലായാലും ഈ പറയുന്ന കാര്യങ്ങൾ മുസ്ലിം സ്ത്രീകൾ കേട്ട് കഴിഞ്ഞാൽ ഇത് അവർക്ക് ഗുണകരമാണെന്ന് മനസ്സിലാക്കും. യഥാർത്ഥത്തിൽ ഈ വ്യക്തി നിയമം മാറ്റിക്കഴിഞ്ഞാൽ എന്താ മാറാൻ പോകുന്നത്? കബറടക്കവും കല്യാണവും, എങ്ങനെ കല്യാണം കഴിക്കണം, നിക്കാഹ് നടത്തണോ, രജിസ്റ്റർ ചെയ്യണോ, ഇതൊന്നും മാലയിടണോ, ഇതൊന്നും സിവിൽ നിയമത്തിൽ വരുന്ന കാര്യമല്ല. അതൊന്നും ഇപ്പം നിലവിലും സിവിൽ നിയമത്തിലില്ല. സിവിൽ നിയമത്തിൽ ആകെ കൂടെ വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു ഭാര്യ നിലവിലുണ്ടെങ്കിൽ രണ്ടാമതൊരു കല്യാണം കഴിക്കണമെങ്കിൽ ചിലപ്പോൾ ആദ്യ ഭാര്യയുടെ സമ്മതമോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും നിയന്ത്രണങ്ങൾ മറ്റു സമുദായങ്ങളിലൊക്കെ ഉള്ളതുപോലുള്ളൊരു നിയന്ത്രണമോ വരും. ഇപ്പോൾ ഹിന്ദു സമുദായത്തിലോ ക്രിസ്ത്യൻ സമുദായത്തിലോ ഒരു ഭാര്യയുള്ള ഒരാൾക്ക് വേറെ പെണ്ണ് കെട്ടാൻ പാടില്ല. വേറെ പെണ്ണ് കിട്ടിയാൽ അത് ക്രിമിനൽ കുറ്റമാണ്, ശിക്ഷാർഹമാണ്. മുസ്ലിം സമുദായത്തിലും അങ്ങനെ ഒരു നിയമം വരും. ഇവിടെ രണ്ട് പെണ്ണ് കെട്ടാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇസ്ലാം മതത്തിനും മുസ്ലിം സമൂഹത്തിനും എന്ത് നഷ്ടമാണ് വരാൻ പോകുന്നത്? മുസ്ലിം സ്ത്രീകൾക്ക് കുറച്ചും കൂടെ സുരക്ഷ ലഭിക്കുകയല്ലേ ചെയ്യുന്നത്. അത് ഇസ്ലാമിൻ്റെ നിയമമാണ്, അതുകൊണ്ട് മാറ്റാൻ പാടില്ല എന്നാണ് വാദമെങ്കിൽ ഇസ്ലാമിൻ്റേതായ എത്ര നിയമങ്ങൾ ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ശൈശവ വിവാഹം നിരോധിച്ചില്ലേ? ഇസ്ലാമിക നിയമത്തിനെതിരല്ലേ അത്? അതിന് നിങ്ങൾ ഒച്ച വെച്ചില്ലേ? വല്ല പ്രശ്നം ഇപ്പോൾ ഉണ്ടോ? 18 വയസ്സായാലേ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന നിയമം നിലവിലുണ്ട്. ആ നിയമം കൊണ്ട് ഇവിടെ ഇസ്ലാം തകർന്നോ? അടിമത്തം നിരോധിക്കുന്ന സമയത്ത്, ബ്രിട്ടീഷുകാർ അടിമത്തം നിരോധിക്കുന്ന സമയത്ത് മുസ്ലിം പുരോഹിതന്മാർ തെരുവിലിറങ്ങി എതിർത്തിട്ടുണ്ട് എന്നാണ് കേട്ടത്. വല്ല രക്ഷയുണ്ട്? ഇപ്പോൾ അടിമത്തം വേണമെന്ന് ഏതെങ്കിലും ഒരു മുസ്ലിമിന് പറയാൻ പറ്റുമോ? ശരീഅത്ത് നിയമത്തിൽ അടിമത്തമുണ്ട്, അടിമത്തത്തിലൂടെ വെപ്പാട്ടി സമ്പ്രദായമുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സൗകര്യങ്ങളാണ്. ആർക്ക്? ഉടമവർഗത്തിന്. ഇന്ന് വെപ്പാട്ടികളെയൊന്നും കൊണ്ടുവന്നിട്ട് അടിമക്കച്ചവടം നടത്താനൊന്നും പറ്റില്ല. ലോകത്തെല്ലായിടത്തും നിരോധിച്ച കാര്യമാണ്. പക്ഷേ ശരീഅത്തിനെതിരാണത്. ഇസ്ലാമിന് വല്ല കുഴപ്പം പറ്റുമോ? സാക്ഷി നിയമം, നമ്മുടെ നാട്ടിലെ തെളിവ് സാക്ഷി നിയമം, എന്നാൽ തെളിവ് സാക്ഷി നിയമം ശരീഅത്തിന് പക്ക വിരുദ്ധമല്ലേ? തെളിവ് സാക്ഷി നിയമം എന്താണ്? ഇസ്ലാമിലെ തെളിവ് സാക്ഷി നിയമം അനുസരിച്ച് പെണ്ണിൻ്റെ സാക്ഷ്യം ആണിൻ്റെ പകുതി എന്നാണ്. എന്നാൽ ഇവിടെ ഒരു കോടതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുവ്യവഹാരത്തിലോ ആണായാലും പെണ്ണായാലും ഒപ്പിട്ടാൽ രണ്ട് ഒപ്പിനും ഒരേ വിലയാണുള്ളത്. വോട്ട് ചെയ്യുമ്പോൾ 2 വോട്ടിനും ഒരേ വിലയുള്ളത്, ആണിൻ്റെ വോട്ടിനും പെണ്ണിൻ്റെ വോട്ടിനും. ഇസ്ലാമിക ശരീഅത്തിൽ പെണ്ണിന് ആണിൻ്റെ പകുതിയാണ് മൂല്യം, പെണ്ണിൻ്റെ സാക്ഷ്യത്തിന് പകുതിയാണ് മൂല്യം. അങ്ങനെയാണെങ്കിൽ പെണ്ണിൻ്റെ വോട്ടിന് ആണിൻ്റെ വോട്ടിൻ്റെ മൂല്യം കൽപ്പിക്കാൻ പറ്റുമോ? പെണ്ണിൻ്റെ ഒപ്പിന് ഒപ്പിൻ്റെ പകുതി മൂല്യം കൽപ്പിക്കാൻ പറ്റുമോ? ഒരു പെണ്ണിന് കോടതിയിൽ ജഡ്ജിയാവാൻ പറ്റുമോ? വക്കീലാവാൻ പറ്റുമോ? ഇതൊന്നും ഇസ്ലാമിക ശരീഅത്തിൽ പറഞ്ഞിട്ടില്ല. ഇസ്ലാമിക ശരീഅത്തിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ആ പുരുഷൻ്റെ പകുതി മാത്രം വിലയുള്ള, പകുതി മാത്രം മൂല്യമുള്ള, പുരുഷൻ്റെ കീഴിൽ അടങ്ങി ഒതുങ്ങി വീട്ടിൽ കഴിയേണ്ട ഒരു രണ്ടാം തരം ജീവിയാണ് ഇസ്ലാമിക ശരീഅത്തിൽ. അതൊന്നും ഇനിയുള്ള കാലത്ത് ലോകത്ത് നടപ്പിലാവാൻ പോകുന്ന കാര്യമില്ല. അതുകൊണ്ടൊക്കെ തകരുന്ന ഇസ്ലാം ഇപ്പോഴേ തകർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു 4 പെണ്ണ് കെട്ടാൻ പാടില്ല എന്നൊരു നിയമം വന്നാൽ ഇസ്ലാം തകരുമെങ്കിൽ ആ തുമ്മിയ തെറിക്കുന്ന മൂക്കാണ് ഇസ്ലാമെങ്കിൽ തകർന്നോട്ടെ എന്ന് വെക്കേ നിവൃത്തിയുള്ളൂ. കാരണം മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശമാണത്. പുരുഷന് 4 പെണ്ണ് കെട്ടാനുള്ള അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീക്ക് ഒരു ഭർത്താവ് ഉണ്ടാവാനുള്ള അവകാശമാണ് നിഷേധിക്കപ്പെടുന്നത്.
ഒരു സ്ത്രീയുടെ ഭർത്താവിന് 2 ഭാര്യമാരുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് നിലവിലുണ്ടായിരുന്ന ഭർത്താവ് പകുതിയായിട്ട് ചുരുങ്ങുകയാണ്. അപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവ് ഉണ്ടാവുക എന്നുള്ള ഒരു സ്ത്രീയുടെ അവകാശമല്ലേ, ഒരു മുഴുവൻ ഭർത്താവ് ഉണ്ടാകുന്നില്ലേ? അപ്പോൾ 4 പെണ്ണ് കെട്ടുമ്പോൾ ഈ 4 ഭാര്യമാരുള്ള ഒരാളുടെ ഒരു ഭാര്യയ്ക്ക് എത്ര ഭർത്താവുള്ളത്? കാൽ ഭർത്താവേ ഉള്ളൂ. അപ്പോൾ ഒരു സ്ത്രീ കാൽ ഭർത്താവുമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ മൗലിക അവകാശത്തിനെതിരാണ്. അതുകൊണ്ടാണ് 4 പെണ്ണ് കെട്ടൽ സ്ത്രീയുടെ മൗലികാവകാശത്തിനെതിരാണ് എന്നതുകൊണ്ട് അത് പാടില്ല എന്ന് നമ്മൾ പറയുന്നത്. സ്വത്തവകാശ കാര്യത്തിൽ അങ്ങനെ തന്നെ മനുസ്മൃതിയിൽ പറയുന്നത് പോലെ പുരുഷൻ സ്ത്രീയെ സംരക്ഷിക്കുക എന്നതൊന്നും ഇന്നത്തെ സാമൂഹ്യ ഘടനയിൽ ഒരു കുടുംബത്തിലും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇന്ന് മിക്കവാറും കുടുംബങ്ങളിൽ ആണും പെണ്ണും കൂടെ ചേർന്നിട്ടാണ് സാമ്പത്തിക കാര്യങ്ങൾ, വരുമാനം ഉണ്ടാക്കുന്നതും കുടുംബകാര്യം നോക്കുന്നതും വീട്ടുകാര്യം നോക്കുന്നതും പൊതുകാര്യങ്ങൾ നോക്കുന്നതും എല്ലാം. ഇന്ന് പൊതുജീവിതം, സാമൂഹ്യ ജീവിതമായാലും കുടുംബജീവിതമായാലും വ്യക്തി ജീവിതമായാലും സാമ്പത്തിക ജീവിതമായാലും ആണും പെണ്ണും ഒക്കെ ഇന്ന് തുല്യരായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഒരു കുടുംബത്തിലെ ആണും പെണ്ണും ജോലിക്ക് പോയിട്ട് 2 പേരുടെയും വരുമാനം കൊണ്ടാണ് ഒരു കുടുംബം കഴിയുന്നത്. 2 പേരും വീട്ടിനകത്തും തുല്യമായിട്ട് ജോലി ചെയ്യുന്നു. അങ്ങനെ തുല്യതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ആണ് പെണ്ണിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരിയുടെ സ്വത്ത് സഹോദരൻ കവർന്നെടുക്കുന്ന ഈ ഏർപ്പാട്, ഈ നിയമം മാറ്റേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഇസ്ലാം ഐസായി പോകും എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ആണും പെണ്ണും തുല്യ പരിഗണനയുള്ള മനുഷ്യന്മാരാണെന്ന് അംഗീകരിക്കുന്നതോടുകൂടി തകർന്നു പോകുന്നൊരു സാധനമാണ് ഇസ്ലാം എങ്കിൽ ആ ഇസ്ലാം ഇനി എന്തിനാണ് ലോകത്തിന്? ഇതൊക്കെ പ്രാകൃത കാലത്ത് 7-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന, ഗോത്രകാലത്ത് നിലനിന്നിരുന്ന നിയമങ്ങളാണ്. ഇത്തരം നിയമങ്ങളൊക്കെ കാലോചിതമായി പരിഷ്കരിക്കാൻ ഇതിനകത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ വകുപ്പുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് മതരംഗത്തുള്ള ആളുകൾ ഇന്ന് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ വലിച്ചെറിഞ്ഞിട്ട് മനുഷ്യനുണ്ടാക്കി അതിനേക്കാൾ മെച്ചപ്പെട്ട നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഈ ഒരു സമൂഹത്തെ, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തെ ഇത് ബോധവൽക്കരിക്കേണ്ട ബാധ്യത ഏറ്റെടുക്കുന്നതിന് പകരം ഈ തലയിക്കെട്ട് കെട്ടിയ മൂല്യന്മാരുടെ കൂടെ കൂടിയിട്ട് ആ സമസ്തേൻ്റെ ഇത് എനക്കറിയില്ലേ, പെൺകുട്ടീനെ എന്തിനാ കെട്ട് വിളിച്ചത്, അവളെ രക്ഷിതാവിന് കൊടുത്താൽ പോരെ എന്ന് പറയുന്ന അശ്ലീലം കണ്ടു നിന്നവരാണല്ലോ നമ്മൾ. ആ അശ്ലീലത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ആളുകളെ പിടിച്ചിരുത്തിയിട്ട് മുസ്ലിം വ്യക്തി നിയമം സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സെമിനാർ നടത്തുകയാണോ ഇന്ന് ഒരു പുരോഗമനം പറയുന്ന അല്ലെങ്കിൽ ഒരു ജനാധിപത്യം പറയുന്ന രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത്? സംഘപരിവാർ ആണ് ഇതിന്ന് രാഷ്ട്രീയ മുതലെടുപ്പാൻ നടത്താൻ പോകുന്നത് എന്നാണ് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനമാണ് സംഘപരിവാറിന് വളമായി തീരുന്നത്. സംഘപരിവാർ ഇപ്പോൾ തന്നെ അത് ആഘോഷിക്കാൻ തുടങ്ങി. സംഘപരിവാറിൻ്റെ മാധ്യമങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങി. സംഘപരിവാറിനെ അനുകൂലിക്കുന്ന ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ വരെ ഈ സെമിനാറിനെ ആ രീതിയിലാണ് ആഘോഷിച്ചു തുടങ്ങിയത്. കാരണം കണ്ടില്ലേ, മുസ്ലിം പ്രീണനം, മുസ്ലിം യാഥാസ്ഥിതികരെ പ്രീണിപ്പിക്കുക, അങ്ങനെ മുസ്ലിം പ്രീണനത്തിൻ്റെ ആളുകളാണ് ഇവർ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ പോലും ഹിന്ദുക്കളെ ഇളക്കി വിട്ട് BJP അതിൽ നിന്ന് ഊർജം സംഭരിക്കാൻ ഇവിടെ ശ്രമിക്കുന്നു. അപ്പോൾ കേരളത്തിൽ പോലും BJPയെ വളർത്താൻ ഉപകരിക്കുന്ന തരത്തിലുള്ള വികലമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണ് ഇവിടെ CPM-നെ പോലുള്ള പാർട്ടികൾ എടുക്കുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ കുറച്ച് വെളിവുള്ള നേതാക്കന്മാരാണ് ഇതിനകത്ത് കുറച്ചെങ്കിലും യുക്തിസഹമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞത്. അവർ പറഞ്ഞു, ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ, ജയറാം രമേശിനെ പോലുള്ള ആളുകൾ പറഞ്ഞു, ഇപ്പോൾ ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, അതിൻ്റെ ഒരു കരട് വരട്ടെ, അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വരട്ടെ, ഉള്ളടക്കം നമുക്ക് സ്വീകാര്യമാണെങ്കിൽ അപ്പോൾ അത് നമുക്ക് അംഗീകരിക്കാം, അതല്ല ഉള്ളടക്കത്തിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ അത് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് അതിനെ മാറ്റി നിർത്തുക. അതൊരു ഇഷ്യൂ ആയിട്ട് ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത്. അതിന് പകരം കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് അവരിട്ട ചൂണ്ടയിൽ, BJP വലിച്ചെറിഞ്ഞ ചൂണ്ടയിൽ പോയിട്ട് മുസ്ലിങ്ങൾ കൊത്തുന്നതിന് മുമ്പ്, മുസ്ലിം യാഥാസ്ഥിതികർ കൊത്തുന്നതിന് മുമ്പേ അതിൻ്റെ കൂടെ പോയി കൊത്തിയിട്ട് മുസ്ലിം വോട്ട് പോക്കറ്റിലാക്കാൻ ശ്രമിക്കുന്നത് സത്യത്തിൽ സ്വന്തം കാൽക്കീഴിലുള്ള വോട്ട് ചോർന്നു പോകുന്നതിന് BJP വളരുന്നതിനുമാണ് കേരളത്തിൽ കാരണമാവുക എന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എൻ്റെ രാഷ്ട്രീയ ബോധമാണ് ഞാൻ പറയുന്നത്. അത് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. ഇതൊക്കെ കാണുമ്പോഴാണ് രാഷ്ട്രീയ രംഗത്തൊക്കെ നമുക്കൊക്കെയുള്ള പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുന്നത്. ഇന്നിപ്പോൾ നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ, കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഓരോ സമുദായത്തിലും വലിയ വലിയ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ യാഥാസ്ഥിതികത്വത്തിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ ശരിയായ ഒരു രാഷ്ട്രീയ നിലപാടുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ, അവരെ സ്വീകരിക്കാൻ, അവരെ കൂടി ഉൾക്കൊള്ളാൻ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പോലും ഇന്ന് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് നമ്മളൊക്കെ നേരിടുന്ന ഒരു ദുരവസ്ഥ. ഇത് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. കാരണം നമ്മളൊക്കെ ഒരുപാട് കാലം രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്.
ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിൽക്കൂ എന്ന് നമുക്ക് ഇന്ന് ആരോടും പറയാൻ പറ്റില്ല. കാരണം ഇത്തരത്തിലുള്ള വൃത്തികെട്ട രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളെപ്പോലുള്ള ആളുകളോട് എങ്ങനെയാണ് ഇത് പറയുക? അതുകൊണ്ട് എനിക്ക് എൻ്റെ ഈ ഒരു സംസാരം ഉപസംഹരിച്ചുകൊണ്ട് പറയാനുള്ളത് കേരളത്തിൽ ചിന്തിക്കുന്ന യുവതലമുറയോടാണ്. നിങ്ങൾ ഈ മതത്തിൻ്റെയും യാഥാസ്ഥിതികത്വത്തിൻ്റെയും അന്ധകാരത്തിൽ നിന്നും മോചിതരായി ശാസ്ത്രബോധമുള്ള ഒരു ജനതയായി രംഗത്ത് വന്ന് ഈ നാടിൻ്റെ ഭാവിയെ, ഈ നാടിൻ്റെ സമഗ്രമായ പുരോഗതിയെയും സമഗ്രമായ വികസനത്തെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അതിനു പറ്റിയ ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കേണ്ട കാലമായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ശാസ്ത്രബോധമുള്ള ഇതുപോലുള്ള മതയാഥാസ്ഥിതികത്വത്തിൽ നിന്നൊക്കെ പുറത്തു കടന്നിട്ടുള്ള പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ഈ നാടിൻ്റെ ഭാവിക്ക് വേണ്ടി, ഈ നാടിൻ്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന, തികച്ചും ജനാധിപത്യപരമായും മതേതരമായും പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സ്വന്തമായി ഉണ്ടാക്കേണ്ട കാലമായിരിക്കുന്നു എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അത് സമൂഹത്തിൻ്റെ മാറ്റങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വതന്ത്ര ചിന്തകരായും മറ്റും പുറത്തു വരുന്ന ആളുകളോടാണ് പറയാനുള്ളത്. വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി മതം വിട്ട് ഒക്കെ ചാടി വരുന്ന ആളുകളോടല്ല, അവരോടൊന്നും നമുക്കൊന്നും പറയാനില്ല. മറിച്ച് ഈ സമൂഹത്തിൻ്റെ ഭാവി ഇനി യുവതലമുറയുടെ കയ്യിലാണ്. പഴയ തലമുറ ഇതിൽ നിന്നൊന്നും ഇനി മാറാൻ പോകുന്നില്ല. അവരൊക്കെ ശീലിച്ച കാര്യങ്ങൾ അതുപോലെ ശീലിച്ച് പോവുള്ളൂ. കാരണം മനുഷ്യൻ്റെ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് ഒരു നിശ്ചിത പ്രായത്തിൽ അവസാനിക്കുന്നതാണ് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രകൃതം. അതുകൊണ്ട് ഈ പഴയ തലമുറക്കാരെയൊന്നും ഇനി ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കളായിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇനി കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒക്കെ രാഷ്ട്രീയ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് ഇന്ത്യ ഒരു ബഹുസ്വര രാഷ്ട്രമാണ്. നിരവധി മതങ്ങളും വിശ്വാസങ്ങളും സംസ്കാരങ്ങളുമുള്ള രാഷ്ട്രമാണ്. ജനാധിപത്യത്തിന് പാകപ്പെടാത്ത ഒരു ജനതയായിരുന്നു. ആ ജനതയുടെ മേലിലാണ് ജനാധിപത്യം അടിച്ചേൽപ്പിക്കപ്പെട്ടത്. അതിൻ്റെ ദുരന്തമാണ് ഇന്ന് ജനാധിപത്യത്തിലൂടെ തന്നെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ശക്തികൾ, ഭ്രാന്തന്മാർ, വർഗീയവാദികളൊക്കെ അധികാരം പിടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെയൊക്കെ നേരിടണമെങ്കിൽ ഈ ജനതയെ യഥാർത്ഥ ജനാധിപത്യ സംസ്കാരമുള്ള ഒരു ജനതയാക്കി, ശാസ്ത്രബോധമുള്ള ഒരു ജനതയാക്കി മാറ്റുക എന്ന സാംസ്കാരിക പ്രവർത്തനവും അതോടൊപ്പം തന്നെ അതനുസരിച്ചുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനവും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത്തരം ഒരു വിപുലമായ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കാനും സത്യസന്ധമായി അഴിമതിയില്ലാതെ ജനങ്ങളുടെ, നാടിൻ്റെ പുരോഗതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകൾ അത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനം ആരംഭിക്കുകയാണ് ഇന്ന് കേരളത്തിൽ വേണ്ടത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നിലവിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ അത്തരത്തിൽ ചിന്തിക്കുന്ന ധാരാളം ആളുകളും ചെറുപ്പക്കാരുമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് എനിക്ക് ഇതൊക്കെ കൂടെ കാണുമ്പോൾ ഈ സമൂഹത്തോട് പറയാൻ തോന്നുന്നത്.